സത്യം പോലെ തോന്നിപ്പിക്കുന്ന അർദ്ധസത്യങ്ങൾ കൊണ്ട് നമ്മളെ വഞ്ചിക്കുവാനായി കടന്നു വരും. അതിനെ ജയിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ വചനത്തിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എക്സൽ മീഡിയയിലൂടെ ഈ മെസ്സേജ് കേൾക്കുന്ന ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഷെയർ ചെയ്യുവാനാണ് ദൈവകൃപയിൽ ആശ്രയിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്: ആകയാൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നിയും ആത്മിക വർധനവ് പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ എന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊലോസിലെ വിശ്വാസികളെ ഓർപ്പിച്ചുണർത്തുന്ന ഒരു വാക്യമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെടുവാൻ ഇടയായിത്തുള്ളത്. നാം ഒരു മരത്തെ നോക്കുകയാണ് എങ്കിൽ അതിൽ ഇല പച്ചയായിരിക്കും, അതിൽ കൊമ്പുകൾ നിറഞ്ഞതായിരിക്കും. പക്ഷേ അതിൻ്റെ വേരുകൾ ക്ഷയിച്ചു പോയാൽ അത് അധിക കാലം നിലനിൽക്കത്തില്ല. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതവും അതുപോലെയാണ്. ഒരുപക്ഷെ പുറമെ ആത്മീകനെന്ന് അഭിനയിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ വിശ്വാസത്തിൻ്റെ വേരുകൾ ക്രിസ്തുവിൽ ആഴത്തിൽ ഉറപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം വീണു പോകുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രാധാന്യത്തോടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൽ വേരൂന്നുക എന്നുള്ളത്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുക. ഒരു ചെറിയ കുട്ടി അവനൊരു ചെടി ഒരു സ്ഥലത്ത് നടുവാൻ ഇടയായി തീർന്നു. ദിവസവും അവൻ ആ ചെടിക്ക് വെള്ളം ഒഴിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവൻ ആ വേരോടെ എടുത്ത് മറ്റൊരു സ്ഥലത്ത് മാറ്റി നടുവാനിടയായി തീർന്നു. അത് നിമിത്തമായിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ചെടി ഉണങ്ങിപ്പോകുവാനിടയായി. കാരണം അതിൻ്റെ വേരുകൾക്ക് മണ്ണിൽ ആഴത്തിൽ ഇറങ്ങുവാൻ ആവശ്യമായ സമയം കിട്ടിയിരുന്നില്ല. ഇതെന്താ നമ്മളോട് വിളിച്ചു പറയുന്നത്? നമ്മുടെ ആത്മീക ജീവിതത്തിലും സ്ഥിരത ആവശ്യമാണ്. നാം ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നി വളരുന്നവരായി മാറണം. എന്താ ആ വേരുകൾ? പ്രാർത്ഥന, വചനധ്യാനം, ദൈവസഭയുമായിട്ടുള്ള കൂട്ടായ്മ. ഇത് മൂന്നുമാ ആ വേരുകൾ എന്ന് പറയുന്നത്. ഈ 3 വേരുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രലോഭനങ്ങളും പരീക്ഷകളും ഒക്കെ കടന്നു വരുമ്പോൾ ഈ വേരുകൾ നമ്മളെ നിലനിർത്തുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. താഴേക്ക് വായിക്കുമ്പോൾ ഫോൾസ് ടീച്ചിങ്ങിനെതിരെയുള്ള ജാഗ്രതയെക്കുറിച്ച് 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്: തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പീൻ എന്ന നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, മറന്നു പോകരുത്. ശത്രു പലപ്പോഴും സത്യം പോലെ തോന്നിപ്പിക്കുന്ന അർദ്ധസത്യങ്ങൾ കൊണ്ടാണ് നമ്മളെ വഞ്ചിക്കുവാനായി കടന്നു വരുന്നത്. അതിനെ ജയിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ വചനത്തിൽ വേരൂന്നിയൊരു ജീവിതം നമുക്ക് ആവശ്യമാണ്. വചനത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വചനത്തെ തെറ്റായ രീതിയിൽ ദുർവ്യാഖ്യാനം നടത്തി അനേകരെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്നത്. അതിനാൽ കേൾക്കുന്ന ഏതു കാര്യവും അതുപോലെ ഏറ്റെടുക്കാതെ വേരോവയിലുള്ള വിശ്വാസികളെ പോലെ കേൾക്കുന്ന ഏത് കാര്യവും വചനത്തിലൂടെ ശോധന ചെയ്യുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം 2 കാര്യങ്ങളാണ് നാം ഇവിടെ ശ്രദ്ധിച്ചത്. ഒന്നാമതായി ക്രിസ്തുവിൽ വേരൂന്നുക. രണ്ടാമതായി ഫോൾസ് ടീച്ചിങ്ങിനെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുക. എന്താ ക്രിസ്തുവിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ? അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ സ്ഥിര ബന്ധത്തെ അത്രേ കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താ ഫോൾസ് ടീച്ചിങ്ങിനെതിരെ ജാഗ്രതയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ? അത് നമ്മളുടെ വചന പരിശോധന അത്രേ കാണിക്കുന്നത്. ഇത് രണ്ടുമുള്ള ഒരു ദൈവവൈതനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളവാൻ ഒരു നാളും ഒരു ശത്രുവിനും കഴിയത്തില്ല. ഇത് രണ്ടുമുള്ള ഒരു ദൈവവൈതനെ തകർത്ത് കളവാൻ ഒരു നാളും ഒരു കഷ്ടതയ്ക്കും കഴിയത്തില്ല. കാരണം അവൻ ക്രിസ്തുവിൽ വേരൂന്നി വളരുന്ന ഒരു വൃക്ഷമാണ്. അവൻ വചനാടിസ്ഥാനത്തിൽ യജമാനൻ ആഗ്രഹിക്കുന്നത് പോലെ വളരുന്ന ഒരു വൃക്ഷമാണ്. അങ്ങനെയുള്ളവൻ ആറ്റിരകത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ വളരുവാനിടയായിത്തീരും. തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി അവൻ വളരുവാനിടയായിത്തീരും. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇല വാടാത്ത വൃക്ഷമായി അവൻ വളരുവാൻ ഇടയായിത്തീരും. അതിനാൽ ആ ക്രിസ്തുയേശുവിൽ വേരൂന്നി വചനാടിസ്ഥാനത്തിൽ വളരുന്ന ഒരു വൃക്ഷമായി നമുക്ക് ആത്മീകമായി മുന്നേറാം. അതിനായി കർത്താവേവർക്കും കൃപ നൽകും.